സീസണിൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അല്ലേ. ചൂടിൻ്റെ കാര്യം പറയാനല്ല ഞാനിവിടെ വന്നത്. ഞങ്ങൾ ഒരു പുതിയൊരു നെറ്റ് വാങ്ങിച്ചു. നമുക്ക് പോർട്ടബിളായിട്ട് നമുക്കത് കൊണ്ടുപോകാം, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു. അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ പേഴ്സണലി നമുക്ക് ഇതൊക്കെ വിഡ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എടുത്ത് കൊടുക്കണം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക നമ്മുടെ വാതിലിനനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ സാധനം നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനം ഒട്ടിക്കുന്ന രീതിയും കൂടി കാണിച്ചു തരാം. മെയിനായിട്ട് കൊതു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാഗ്നറ്റിക് നെറ്റാണ്. അപ്പോൾ കുറച്ചും കൂടി എന്താ വെച്ചാൽ കിഡ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നെറ്റായിരിക്കും കുറച്ചും കൂടി സൗകര്യം. സാധാരണ നമ്മൾ അടുപ്പിക്കുന്ന നെറ്റ് വീട്ടിൽ അങ്ങനത്തെ ഉണ്ട്, പക്ഷേ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ആകും. അപ്പോൾ കിഡ്സൊക്കെ ഉള്ളപ്പോൾ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. നമുക്കും കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ കിഡ്സിനും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് LifeKraft എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ മാഗ്നറ്റിക് മോസ്കിറ്റോ നെറ്റാണ് കേട്ടോ. അപ്പോൾ മെഷർ സെലക്ട് ഓർഡർ അത്രയും സിമ്പിളാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും അളവെടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ കുറച്ചൊരു മുന്നേ തന്നെ അളവെടുക്കുക. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയാണ് നമ്മൾ കറക്റ്റായിട്ടും എത്ര സെൻറ്റിമീറ്ററാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ 92 കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഈ അടി വരെ എടുക്കണം കേട്ടോ. ഫ്ലോറിൻ്റെ ആ ഒരു അടിഭാഗം വരെ കറക്റ്റായിട്ട് നമ്മൾ അതെടുക്കണം. അതാണ് രണ്ട് മെയിൻ കാര്യം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെൽക്രോൻ്റെയും കൂടി എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് 92 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. പിന്നെ നമുക്ക് വെൽക്രോ 2.5 ആണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ 2.5 ആക്കുക, 5 സെൻറ്റിമീറ്ററായി. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് 97 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വിഡ്ത്ത് പറയുന്നത്. ഇനി ഹൈറ്റിൻ്റെ കാര്യമാകുമ്പോൾ നമുക്ക് ഹൈറ്റ് എടുത്ത് കിട്ടിയത് 207 സെൻറ്റിമീറ്റർ ആണ്. വെൽക്രോ നമുക്ക് 2.5 മതി, അടിയിൽ വെൽക്രോയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഹൈറ്റ് വരുന്നത് 209.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ്. വേറെ കൂടുതലായിട്ടുള്ള കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്: ഒരു മോസ്കിറ്റോ ഡോർ നെറ്റ്, പുഷ് പിൻസ്, അതുപോലെ തന്നെ വെൽക്രോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെൽക്രോ സെറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി കാണിക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെൽക്രോ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്. നമ്മുടെ വെൽക്രോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് അനുസരിച്ച് നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കേട്ടോ, സിമ്പിളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോറിൻ്റെ കറക്റ്റായിട്ടുള്ള ലെങ്ത്ത് വിഡ്ത്ത് ഒക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാദ്യം നമുക്ക് ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം വേഗം തന്നെ. അപ്പോൾ നെറ്റിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ്, നല്ല സോഫ്റ്റ് നെറ്റാണ് കേട്ടോ. ഭയങ്കര ഹാർഡല്ല, തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ മാഗ്നറ്റും നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു നെറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ആ ഒരു സ്റ്റിക്കർ നമുക്ക് അടർത്തി എടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലാണ് ഒട്ടിക്കേണ്ടത്. മുകളിൽ ഇതുപോലെ രീതിയിൽ നന്നായിട്ട് ഒട്ടിക്കുക. കറക്റ്റ് മിഡിലിൽ നമുക്ക് ആ ഒരു മാഗ്നറ്റ് വരണം കേട്ടോ. നമുക്കത് അറിയാൻ പറ്റും, നമുക്ക് സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടോ കുറച്ചൊന്ന് കയറ്റി ഒട്ടിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടും അവിടെ ശരിക്കും മാഗ്നറ്റ് കറക്റ്റായിട്ട് ക്ലോസ് ആവുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. താഴത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടോ. നമുക്ക് ഇതേ രീതിയിൽ ആ സ്റ്റിക്കർ പതുക്കെ വലിച്ചെടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിക്കാം. നിങ്ങൾ ഒരിക്കലും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ആദ്യം ടൈറ്റായിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ടൈറ്റായിട്ട് ഒട്ടിക്കേണ്ട, കുറച്ചൊരു ലൂസ് പോലെ ആയിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ആ മുകളിൽ കുറച്ചൊന്ന് കയറ്റി ഒട്ടിക്കണം. ആ രണ്ട് സൈഡിലേക്കാളും നടുവിൽ കുറച്ചൊന്ന് കയറണം. ഒരു പൊടിക്ക് കയറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് കറക്റ്റായിട്ടും വന്ന് അടയുന്നത് കറക്റ്റായിരിക്കും കേട്ടോ. എന്നാലാണ് നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആദ്യം തന്നെ. ഇത് കറക്റ്റായിട്ടും വർക്കായിട്ടോ. അപ്പോൾ ഇത് അപ്പോഴേക്കും കുട്ടികൾ ഈ ആണിയൊക്കെ അടിക്കണേക്കാളും മുന്നേ, ആ ജസ്റ്റ് പിന്നൊക്കെ ചെയ്യണേക്കാളും മുന്നേ തന്നെ കുട്ടികൾ ഇതേ ഭയങ്കര ഇഷ്ടമായിട്ട് അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ഓടി കളിക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കൊതുവിൻ്റെ ശല്യം കാരണം ഞങ്ങളൊരു 5 മണിയാകുമ്പോഴേക്കും വാതിലൊക്കെ അടച്ചിടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഡോറൊക്കെ തുറന്നിട്ട് നമുക്ക് സുഖമായിട്ടിരിക്കാൻ, നല്ല കാറ്റും ആ ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പിന്ന് ആക്കരുത്. ഇതിൻ്റെ അടിയിൽ ആ വെൽക്രോ മാറ്റിയിട്ട് ഈ ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇത് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് അടിച്ചാൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് കണ്ടോ എന്ത് സുഖമല്ലേ കിടന്ന്. ശരിക്കും നല്ല അടിപൊളിയാണ്. ഹൈലി റെക്കമെൻഡഡ് ആണ് കണ്ടോ. കുട്ടികളൊക്കെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെന്ന് വെച്ചാൽ ഭയങ്കര കുസൃതിയാണ്. ഏത് സമയം ഇപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഞാനിനി കാണിച്ചു തരാം.
നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്കൊരു ആ കൈ വെച്ചിട്ട് മാറ്റാം. ഇനി ഞാൻ കൈയില്ലാതെ ഞാൻ കയ്യിൽ ബാക്കിൽ കെട്ടിയിട്ട് നമുക്ക് കടക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും സിമ്പിളാണ്. നമുക്ക് എന്തെങ്കിലും പാസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ കടക്കാനും വരും കേട്ടോ. ഒരു നമുക്ക് പ്രശ്നമില്ല, അത്രയും സോഫ്റ്റാണ്. നിങ്ങൾക്ക് കൊതുശല്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വിളക്ക് വെക്കുന്ന സന്ധ്യാസമയത്തൊക്കെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ ഡോറൊക്കെ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാറ്. കൊതുക് ഭയങ്കര കൊതുവാണ്. കൊച്ചിയിൽ മെയിനായിട്ടും കൊതുശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യട്ടെ. നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 13% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാനിവിടെ കൂപ്പൺ കോഡും കൂടി ആഡ് ചെയ്യാം.